അല്ലാഹു തആല ഒരു നിയമം പറഞ്ഞപ്പോ അങ്ങ് അടിച്ചേൽപ്പിക്കല്ലേ ചെയ്യുന്നത്. ഓ വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് എന്ത് പറ, നിങ്ങൾക്ക് രോഗികൾ ഉണ്ടാവൂലേ, എന്നാ രോഗം രണ്ടായിട്ടുണ്ടാവും. ഫമങ്കാനമിൻകും മരീള, താൽക്കാലിക രോഗി ഉണ്ടാകും. താൽക്കാലിക രോഗിയാണെങ്കിൽ അവൻ ഇപ്പൊ നോമ്പ് നോൽക്കണ്ട. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖ്റ, അവൻ എത്ര ദിവസമാണോ നോമ്പ് ഉപേക്ഷിക്കുന്ന ഈ രോഗം സുഖാകാൻ വേണ്ടി, അത് പിന്നീട് സൗകര്യമാകുമെന്ന് ഒറ്റുമുട്ടിയാൽ മതി. സ്നേഹാണത്. അള്ളാഹു അവന്റെ അടിമകൾക്ക് നൽകുന്ന സ്നേഹത്തിന്റെ ഉപഹാരമാണ്. പിന്നീട് ഔ അലാ സഫർ, രോഗമൊന്നും അല്ല, യാത്ര പോവുകയാണ്. പഴയ കാലത്തൊക്കെ യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. യാത്രയിൽ കുറച്ച് വെള്ളമൊന്നും കുടിക്കാനാ കുറച്ച് പ്രയാസം. കാരണം പഴയ കാലത്ത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അന്ന് പെരയിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോ നമുക്ക് പുരയിലല്ല സൗകര്യമാണ്, യാത്രയിൽ ആ സൗകര്യം കിട്ടൂല. അപ്പൊ ഒരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് വേണമെങ്കിൽ നോമ്പ് നോൽക്കാം, അല്ലെങ്കിൽ പിന്നീട് നോറ്റുവിട്ട യാത്രയായാൽ മതി. രണ്ട് മർഹല എന്ന് പറയും. യാത്ര എന്ന് പറയുന്നത് ശറയിൽ പരിഗണിക്കപ്പെടുന്നത് ഏകദേശം 131-132 കിലോമീറ്റർ ഉള്ള ജംഅ് കസ്ർ അനുവദനീയമാക്കുന്ന ആ യാത്ര. അതിൽ നമുക്ക് വേണമെങ്കിൽ നോമ്പിനെ പിന്തിക്കാമെന്ന് അല്ലാഹു പറയാം. എന്നിട്ട് അല്ലാഹു പറയുന്നു തസൂമു ഖൈറുൽ ലക്കും, അല്ല വലിയ പ്രയാസം നിങ്ങൾക്ക് നോമ്പ് വെക്കാൻ കഴിയും, കുറച്ചൊക്കെ പ്രയാസം സഹിച്ചാലും അതാ നല്ലത്. വൻ തസൂമു ഖൈറുൽ ലക്കും, അല്ലെങ്കിൽ മറ്റൊരു ദിവസം നോമ്പ് നോറ്റ് വീട്ടുക. യാത്രയിൽ നോമ്പ് വെക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അങ്ങനെ ഒരിക്കൽ ഫ്ലൈറ്റിൽ റമദാനിൽ യാത്ര ചെയ്യുമ്പം ഏതോ സാധുക്കൾ വെള്ളം കൊടുത്തപ്പോൾ വാങ്ങിയില്ല. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞു, അല്ല യാത്രയിൽ നോമ്പ് നോൽക്കണ്ടെന്നല്ലേ. അല്ല, അങ്ങനെ യാത്രയിൽ നോമ്പ് നോൽക്കണ്ടെന്ന് പറഞ്ഞൊരു കൽപ്പന ഇല്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. യാത്രയിൽ വേണമെങ്കിൽ നോമ്പ് ഉപേക്ഷിച്ച് പിന്നീട് അത് നോറ്റുവിട്ട. അല്ല വാൻ തസൂമു ഖൈറുൽ ലക്കും, നിങ്ങൾക്കൊരാൾക്ക് പ്രയാസമൊന്നുമില്ല, അല്ലെങ്കിൽ പ്രയാസം സഹിക്കാൻ നോമ്പ് നോൽക്കാം, വിരോധമൊന്നുമില്ല എന്നല്ല. അതാണ് ഖൈർ എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞേ കാണാം. നോമ്പ് നോൽക്കാൻ. രോഗം താൽക്കാലിക രോഗാണ് എങ്കിൽ അവൻ നോറ്റുവിട്ടണം. അതേസമയം രോഗം താൽക്കാലിക രോഗമല്ല, ശമനം പ്രതീക്ഷയില്ലാത്ത രോഗമാണ്. ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല. കിടപ്പിലായ രോഗികളുണ്ടാവും, അല്ലെങ്കിൽ കിടപ്പിലല്ല നടക്കുന്നുണ്ട്, പക്ഷെ ഈ രോഗം മാറൂല. ഈ രോഗത്തോടു കൂടി നോമ്പ് വെക്കാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ ആ രോഗം കൂടിപ്പോകും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ടാവും, കിഡ്നി കംപ്ലൈന്റ് ഉള്ള രോഗികളുണ്ടാവും, പ്രയാസമുണ്ട്. അതുപോലെ ക്യാൻസർ ഉള്ള രോഗികളുണ്ടാവും. അല്ലാത്ത രോഗികൾ അല്ലാഹു കാക്കട്ടെ. ഇങ്ങനെയുള്ള നോമ്പ് നോൽക്കാൻ പ്രയാസപ്പെടുന്ന രൂപത്തിൽ ശമനം പ്രതീക്ഷയില്ലാത്ത രോഗികളുണ്ടോ? അല്ലാഹ് പറയാണ്, നിങ്ങൾ നോമ്പ് നോക്കണ്ട. പിന്നെയോ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ. നിങ്ങൾ നോമ്പ് എഴുതിയാലും നോൽക്കണ്ട. പിന്നെന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഒരു 600-650 ഗ്രാം അരി ദരിദ്രർക്ക് ധർമ്മം ചെയ്യുക ഒരു നോമ്പിന്. അത്ര മതി. മൂപ്പർക്ക് ആദ്യമേ നിർബന്ധമാവുന്നതാണ് ഒരു മുദ്ദ് അരി എന്നാ പറയാം. ഒരു 600-650 ഗ്രാം അരി ദരിദ്രർക്ക് ദാനം ചെയ്താൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം വീടി. എത്ര സൗന്ദര്യമുണ്ട് ഈ നിയമത്തിന്. പ്രയാസപ്പെട്ട് അങ്ങനെയുള്ളവര് രോഗം മൂർച്ഛിക്കുന്നു കണ്ടാൽ, ശമനം വൈകുന്നു കണ്ടാൽ അവർക്കൊക്കെ ഈ ഇളവുകളുണ്ട്. അങ്ങനെ ശമനം പ്രതീക്ഷയില്ലാത്ത രോഗിക്ക് അല്ലാഹ് പറയാൻ, സൃഷ്ടാവ് പറയാൻ, പക്ഷെ ആ മുദ്ദ എപ്പോഴാ കൊടുക്കേണ്ടത്? അതാത് ദിവസത്തേത് അന്ന് പകല് കൊടുക്കാം, അല്ല ഇതിന്റെ തൊട്ടു മുമ്പുള്ള രാത്രി കൊടുക്കാം. ഇന്ന് പകലിൻ്റെത് ഇതിന്റെ തൊട്ടു മുമ്പുള്ള രാത്രി ഉണ്ടല്ലോ, നാളത്തേത് ഇനി വരാൻ പോകുന്ന രാത്രിയിൽ കൊടുക്കാം. അതേ സമയത്ത് മറ്റന്നാളത്തേത് ഇന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് നിർബന്ധമാകുന്നത് ആ രാത്രി തുടങ്ങുമ്പോഴേ നിർബന്ധമാവുള്ളൂ. അതാത് ദിവസത്തേത്. അപ്പൊ 30 ദിവസത്തേത് മുൻകൂട്ടി തന്നെ കൊടുക്കുകയാണ്. കാരണം മോൻ ഗൾഫ് പോവാണല്ലോ. അപ്പൊ ഉമ്മാന്റെ അരി 30 ദിവസത്തേതും, ഉമ്മാക്ക് ഇപ്പൊ നോമ്പ് വെക്കാൻ പറ്റാത്ത നിത്യരോഗിയാണ്, 30 ദിവസത്തേതും കണക്കൂട്ടിയിട്ട് ഇന്ന് തന്നെയാണ് കൊടുത്തു പറ്റില്ല. അതാത് ദിവസത്തേത് അന്ന് കൊടുക്കാം, നാളത്തേത് ഇന്ന് രാത്രി കൊടുക്കാം. അതിനപ്പുറം ഉള്ളത് മുന്തിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിന്റെ നിയമം അതാണ്. എന്താ ഒന്നായിട്ടാണ് കൊടുത്താലും അല്ലെങ്കിലും ആളുകൾക്ക് വേഗം കിട്ടില്ലേ? ഇല്ല, ഇത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ നമ്മൾ.
അത് അല്ലാഹ് പറഞ്ഞതുപോലെയാണ്, വഅത്തുൽ ബുയൂത മിൻ അബ്വാബിഹാ. പറഞ്ഞതുപോലെ ആവണം, അതിനാണിത്. അതേസമയം പിന്തിച്ചാലോ 30 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുക, അതിന് വിരോധമൊന്നുമില്ല. 30 ദിവസത്തെ നോമ്പും കഴിഞ്ഞതിന് ശേഷം മൊത്തം കൊടുത്താൽ പോരേന്ന് വെച്ചാൽ മതി. പക്ഷേ ഏറ്റവും നല്ലത് ഉത്തരവാദിത്തങ്ങളൊക്കെ പെട്ടെന്ന് കൊടുത്തു വിട്ട്. കാരണം ഇതൊരു കഫാറത്താണ്, ഇത് ഒരു നിർബന്ധ ബാധ്യതയാണല്ലോ. ബാധ്യതകളൊക്കെ പെട്ടെന്ന് കൊടുത്തു വിട്ടാൽ നല്ലത്. അപ്പൊ അതാത് ദിവസത്തിന്റെ ഇങ്ങനെ കൊടുത്ത് വേഗം പോകും, അതാ ഏറ്റവും നല്ലത്. അതേ സമയത്ത് പറ്റില്ലേന്ന് ചോദിച്ചാൽ ജായിസ 30 കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ചു കൊടുത്താൽ മതിയാകുന്നതാണ്. അതോടൊപ്പം അല്ലാഹ് പറയാണ്, ഇവിടെ രോഗം എന്ന് പറയുന്നത്, അതുപോലെ യാത്ര എന്ന് പറയുന്നത് അത് ഒരു ഉദാഹരണമാണ്. ഗർഭിണികൾ ഉണ്ടാകും. റമദാൻ വന്നാൽ വ്രതമനുഷ്ഠിക്കണമെന്ന പൊതുകൽപ്പനയിൽ അവരും പെട്ടില്ലേ? ഗർഭിണികൾക്ക് നോമ്പ് നോറ്റാൽ പ്രയാസമുണ്ടാകും എന്ന് വിശ്വസ്തരായ ഡോക്ടേഴ്സ് വിധി എഴുതിയാൽ അവര് നോമ്പ് നോക്കണ്ട, പ്രയാസം ഉണ്ടാകുന്ന കണ്ട നോമ്പ് ഒഴിവാക്കാം. പിന്നീട് പ്രസവമൊക്കെ കഴിഞ്ഞ് സൗകര്യമുണ്ടാകുമ്പോൾ നോമ്പ് നോറ്റ് കിട്ടിയാൽ മതി. 2 രൂപത്തിലുണ്ടാവും. ഒന്ന്, അവള് പറഞ്ഞു എനിക്ക് നോമ്പ് നോറ്റുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് പ്രയാസം ഉണ്ടാകുന്നാണ്. അവളുടെ ശരീരത്തിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ നോമ്പ് വെക്കരുത്. പിന്നെ പ്രസവം കഴിഞ്ഞതിന് ശേഷം നോമ്പ് നോറ്റ് കിട്ടിയാൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ റമദാനിൽ നോമ്പ് പിന്തിപ്പിച്ചത് എങ്കിൽ നോമ്പ് ഖളാ വീട്ടലോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുദ്ദ് 650 ഗ്രാം അരി കൂടി ധർമ്മം ചെയ്യണം. അല്ല, കുട്ടിക്ക് പ്രശ്നം ഉണ്ടായതുകൊണ്ടൊന്നും അല്ല, അവളുടെ ശരീരത്തിന് പ്രയാസം ഉണ്ടാവും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ രണ്ടാൾക്കും കൂടി ഉണ്ടാവും, കുട്ടിക്കുണ്ടാവും അവൾക്കും ഉണ്ടാവും. അവളുടെ കാര്യമാണല്ലോ അപ്പൊ അവിടെ മുന്തിച്ചത്. അങ്ങനെയെങ്കിൽ നോമ്പ് ഖളാ വീട്ടിയാൽ മതി, മുദ്ദ് കൊടുക്കേണ്ടതില്ല. അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടോ? അവിടെ പടച്ച തമ്പുരാൻ അടിമകളോടുള്ള വാത്സല്യം കാരണം എല്ലാ ഇളവുകളും അല്ലാഹ് നൽകുകയാണ്. ചെയ്യാൻ കഴിയാത്തൊന്നും അല്ലാഹു കൽപ്പിക്കൂല. ആരാധനകൾ പ്രയാസം ഉണ്ടാവും, പക്ഷെ സഹിക്കാൻ കഴിയാത്ത പ്രയാസം ഉണ്ടാവൂല. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ഇബാദത്തിന്റെ താല്പര്യം. ഇതാണ് ഇത് പറയാൻ അപ്പൊ ഇത്രയും പറഞ്ഞത്. റമദാനായാലും നിസ്കാരമായാലും നോമ്പായാലും എന്തൊക്കെ ആരാധനകളുണ്ടോ അതിന്റെ മർമ്മം അള്ളാഹുവിനോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കലാണ്. ആ ഒരു ലക്ഷ്യത്തിലാവണം നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒന്ന് വിശ്വസിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നും നമ്മുടെ മുമ്പിൽ തടസ്സാവില്ല. അതാ 300 റക്അത്ത് നിസ്കരിച്ച് ചേർന്ന് മഹബത്ത് അങ്ങ് കൂടിയാൽ പിന്നെ അതൊന്നും തടസ്സമല്ല. അതില്ലാതിരുന്നാൽ അവർക്ക് വല്ലാത്ത വിഷമാ. നബി തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിതു ബിഹി. നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന കർമ്മങ്ങൾ ദീന് ഹോബിയാകണം. നിസ്കരിക്കുന്നത് ഒരു ഹോബിയാവണം. ഹോബി എന്ന് പറഞ്ഞാൽ ചിലർക്ക് പന്തളി ഒരു ഹോബി ആയിരിക്കും. എത്ര വെയിലുണ്ടെങ്കിലും ഓൻ കളിക്കും അല്ലേ? പ്രാവ് വറുത്തല് ഒരു ഹോബി ഉള്ള ആളുകളുണ്ടാവും. അതിന്റെ എത്ര പ്രയാസം ഉണ്ടെങ്കിൽ കാരണം അത് ഓനൊരു ഹോബിയായി മാറി. ഇതുപോലെ നിസ്കാരമാവണം, നോമ്പാവണം, ഹജ്ജാവണം, കർമ്മങ്ങളാവണം. അപ്പോഴേ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള മുഹിബ്, വിശ്വാസി, മുഅ്മിൻ ആവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഓരോരുത്തർ ആലോചിച്ച് നോക്കുക, നമ്മളെ നിസ്കാരം അങ്ങനെയാണോ? ഒരു ഹോബി, നമുക്ക് ഹോബിയാണെങ്കിൽ എന്നും ദുഹറിന്റെ മുമ്പ് 4 നിസ്കരിക്കും. നോമ്പിന് മാത്രമല്ല, ദുഹറിന്റെ മുമ്പ് 4 ഉണ്ട് സുന്നത്ത്. നമുക്കത് നിസ്കരിക്കാൻ വല്ല ആഗ്രഹം ഉണ്ടായാലുണ്ടോ? ചില ആളുകൾക്ക് നല്ല പല ജ്യൂസുകൾ കുടിക്കുന്ന ഒരു ഹോബി ഉണ്ടാവും. വൈകുന്നേരം ആയാലും ഒരു ജ്യൂസ് കുടിക്കാഞ്ഞാവില്ല. ചിലർക്ക് ചായ, കട്ടൻ ചായ കുടിക്കാഞ്ഞാലും അവനൊരു തകരാറാണ്. ചിലർക്കുണ്ട് അത് ഇപ്പൊ വലി വല്ലാതെ ഇല്ല, ചിലർക്ക് അതില്ല. ഇതുപോലെ ദുഹറിന്റെ മുമ്പ് ഒരു 4 റക്അത്ത് നിസ്കരിക്കാഞ്ഞാൽ ഒരു തകരാറ് നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിണോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ, ഞാൻ പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് എന്നോടും കൂടിയാണ്. ഏത് അങ്ങനെ ഇല്ലേ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു, അവന്റെ അഭീഷ്ടം, അവന്റെ ഇഷ്ടം, തബഅൻ ലിമാ ജിതു ബിഹി. ഇബാദത്തുകൾ ആ ഒരു വിധാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴേ
നമ്മൾ യഥാർത്ഥ മുഅ്മിനാവൂ, അല്ലെങ്കിൽ നമുക്കൊക്കെ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആനന്ദങ്ങളില്ല. ഇപ്പൊ ചിലവരൊക്കെ കോഴ്സ എന്ത് നിസ്കാരത്തിൽ ഉസ്താദെ ഒരു ഖുശൂ കിട്ടണില്ല, ഒരു രസം കിട്ടണില്ല, ഇത് വാങ്ങാൻ കിട്ടുന്നതാണോ? ഇങ്ങോട്ടോ അങ്ങനെ ഓരോ കോഴ്സ്, നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകും കോഴ്സ് 15,000 റുപ്യ പൊട്ടന്മാരിതല്ലാതെ. അതങ്ങനെ ഉണ്ടാകുന്ന ഇതല്ലത്, അങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടതില്ല. അത് അറിവ്, അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ് ഇതിന്റെ മാർഗം. അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവൻ സൃഷ്ടാവാണ്. സുബ്ഹാനല്ലാഹ്. മഹദിയായ ഹാജറ സാറാ ഉമ്മ റളിയല്ലാഹു അൻഹ അറിയില്ലേ നിങ്ങൾ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സാറാ ഉമ്മ റളിയല്ലാഹു അൻഹ രണ്ടുപേരും കൂടി ബാബിലോണിൽ നിന്ന് ഈജിപ്തിലൂടെ മക്കയിലേക്ക് വരുമ്പോ ചക്രവർത്തി, ഈജിപ്തിൽ നിന്ന് ചക്രവർത്തി കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. സാറാ ഉമ്മ റളിയല്ലാഹു അൻഹ വല്ലാത്ത ഭംഗിയുള്ള മഹദിയാണ്. കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചാൽ അന്നത്തെ രാജാക്കളുടെ പണി നല്ല സുന്ദരികളായ സ്ത്രീകളാണെങ്കിൽ അവരുടെ റൂമിലേക്ക് ക്ഷണിക്കും. അങ്ങനെ ക്ഷണിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും സാറാ ഉമ്മയും കൊട്ടാരത്തിലെത്തി. രണ്ടുപേർക്കും ഒരു കുലുക്കില്ല. കാരണം എന്താ? ഇന്നല്ലാഹ മഅനാ. അവർ റബ്ബിനെ സ്നേഹിച്ചവരാണ്, അല്ലാഹനെ അറിഞ്ഞവരാണ്, അതുള്ളവരാണ്. അങ്ങനെ ഉള്ളവർക്ക് അവർക്കൊരു വേവലാതി ഉണ്ടാവില്ല, ആകുലത ഉണ്ടായില്ല, ആശങ്കയില്ല. ചെന്നപ്പോ റൂമിലേക്ക് ക്ഷണിക്കാണ്. സാറാ ഉമ്മേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമോ മറ്റൊരു റൂമിലാണ്, ഒരു വശവുമില്ല. സാറാ ഉമ്മ ധൈര്യത്തോടു കൂടെ പോവാണ്. പോകുമ്പോഴേക്ക് സ്ക്രീനിൽ തെളിയുന്നത് പോലെ ഇബ്രാഹിം നബിയുടെ റൂമിൽ ഇങ്ങനെ ചുമരിൽ തെളിയാണ്. ഹാജറാബി ഇങ്ങനെ പോകുന്നു, സാറാ ഉമ്മ പോകുന്നതൊക്കെ അത് അള്ളാഹു കൊടുക്കാൻ. കാരണം അള്ളാഹുവിനുള്ള തവക്കുല്, മനസ്സ് കണക്ഷൻ അവിടെയാണെങ്കിൽ എല്ലാം വരുമ്പടെ എല്ലാം കാണും. അപ്പൊ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ കാണുമ്പോഴോ അൻസല സക്കീന, അല്ലാഹ് സമാധാനമിറക്കും. അല്ലാഹുവിൽ വല്ലവന്റെ കൽബും കെട്ടിയിട്ടാൽ, റബ്ബിനോട് ഒരുത്തന്റെ കൽബിന് കണക്ഷൻ ഉണ്ടായാൽ അല്ലാഹ് സമാധാനമിറക്കും. അവനൊരു പൊറുതിയോടുണ്ടാവില്ല. ഒക്കെ റബ്ബിലാണ് അവന്റെ തവക്കുല്. സുബ്ഹാനല്ലാഹ്, ഞാൻ അള്ളാന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഒരു അർദ്ധ സെക്കൻഡ് പോലും എൻ്റെ കഴിവിലല്ല, എല്ലാം എൻ്റെ റബ്ബാണ്. വമാകാന റബ്ബുക നസിയാ. റബ്ബ് എന്നെ മറക്കില്ല. റബ്ബിന് മറതിയില്ലല്ലോ. എൻ്റെ റബ്ബിന് അശക്തനല്ലല്ലോ എൻ്റെ റബ്ബ്. അവൻ സർവ്വതിനും ശക്തിയുള്ളവനാണ്. അങ്ങനത്തെ ഒരു റബ്ബിനെയാണ് ഞാൻ അല്ലാഹു യജമാനനായി സ്വീകരിച്ചത്. അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അവനാണ് നമ്മുടെ റബ്ബാണല്ലാഹു. ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, എൻ്റെ ഉമ്മ എന്നെ പ്രസവിക്കുന്ന അന്ന്, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചപ്പോ ഞാൻ മുൻകൂട്ടി ഒരാൾക്കും ഫോൺ ചെയ്തിട്ടില്ല. ഞാൻ ഭൂമിയിലേക്ക് വരികയാണ്, എനിക്ക് വെള്ളം കരുതി വെക്കണം, ഭക്ഷണം കരുതി വെക്കണമെന്ന് ഞാൻ ഒരാൾക്കും ഫോൺ ചെയ്തിട്ടില്ല. എന്തേ? അതറിയില്ല. അതേ സമയത്ത് ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ പോവാണ്, ഒന്ന് പുറത്തു പോവാണ്. ഇപ്പോഴേ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തു, റൂം ശരിയാക്കി വെക്കണം, ഇന്ന സമയത്ത് എയർപോർട്ടിൽ ഇറങ്ങും, ഇനി വണ്ടിയേറ്റ് വരണം, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞു വെച്ചു. എന്നാലോ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോ ഇതൊന്നും ഒരാളോടും പറഞ്ഞിട്ടില്ല. പിന്നെയോ ഈ ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെട്ടപ്പോഴേക്ക് എൻ്റെ ആമാശത്തിന് ദഹിക്കുന്ന ഭക്ഷണം എൻ്റെ ഉമ്മയുടെ മാറിടത്തിൽ എൻ്റെ റബ്ബ് ഒരുക്കി വെച്ചുകൊണ്ടാണ് എന്നെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞേച്ചത്. അങ്ങനല്ലേ? ഏത് കുഞ്ഞിനെ പ്രസവിക്കുകയാണെങ്കിലും, ആദ്യ പ്രസവമാണെങ്കിലും, ആ ഉമ്മയുടെ മാറിടത്തിൽ അള്ളാഹു ഈ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന്, ആമാശയത്തിന് ദഹിക്കുന്ന അമ്മിഞ്ഞ അതൊരുക്കി വെച്ചിട്ടല്ലേ പറഞ്ഞു. പിന്നെന്തിനാ ഭയപ്പെടുന്നത് എൻ്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ? ആ റബ്ബ് എൻ്റെ മരണം വരെ എനിക്ക് ഭക്ഷണം തരും. എന്തിനാ വേവലാതിപ്പെടുന്നത്? അല്ലാഹ് പറഞ്ഞതല്ലേ, അവനാ ഭക്ഷണം നൽകുന്നവൻ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ അപ്പൊ അവൻ തരും. പിന്നെ ഞാൻ ഒരാളോടും വേവലാതി പറയേണ്ട ആവശ്യമില്ല. പറയേണ്ടത് എൻ്റെ റബ്ബിനോട് മാത്രം. അല്ല, ഒന്നുകൂടി മനസ്സുയർന്നാൽ പിന്നെ പറയും വേണ്ട. പിന്നെ എൻ്റെ റബ്ബെല്ലാം എന്നെ പറ്റി അറിയല്ലോ. എൻ്റെ റബ്ബിന് ലാ തഖുദു സിനത്തും വലാനവും, അള്ളാഹുവിന് മറതിയും ഉറക്കൊന്നുമില്ലല്ലോ. പിന്നെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് തന്നെ മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീരറിഞ്ഞപ്പോ
ജിബ്രീൽ വന്നിട്ട് വല്ല സഹായം വേണോ ചോദിച്ചു. അമ്മായിലൈക ഫല, നിങ്ങളെ സഹായം ഒന്നും വേണ്ട, ഞാൻ എന്നാ അള്ളഹാനോട് പറഞ്ഞൂടെ ചോദിച്ചു. എന്തിനാ അള്ളഹാനോട് പറഞ്ഞ്? അള്ളാഹ്ക്കറിയില്ലേ ഞാൻ ഈ ബുദ്ധിയിലാണ്? അള്ളാഹ്ക്കറിയാലോ ഞാൻ എവിടെയാണ്. ഹസ്ബുനല്ലാ, എനിക്ക് എന്റെ റബ്ബ് മതി, ഞാൻ ഒരാൾ സഹായം തേടുന്നില്ല. ഹസ്ബുനല്ലാ വനിഅ്മൽ വക്കീൽ. അപ്പോഴേക്ക് എന്തായി? നല്ല സ്വർഗം പോലെയായി. അഗ്നി, ആളിക്കത്തുന്ന അഗ്നികുണ്ടാരം. അത് നമ്മൾ പറഞ്ഞാൽ പറ്റില്ല, നമ്മൾ വേഗം വിളിക്കണം സഹായത്തിന്, കാരണം നമ്മൾ അങ്ങോട്ട് ഉയർന്നിട്ടില്ല. അപ്പൊ അത് പറയുന്നത് ഞാൻ ചോദിക്കൊന്നും വേണ്ട, ഒക്കെ എന്റെ റബ്ബ് അറിയില്ല പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, കാരണം നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. അങ്ങോട്ട് എത്തണം, അങ്ങോട്ട് എത്താനാണ് ശ്രമം നടത്തേണ്ടത്. അങ്ങനെ എത്തിയവരെ പറ്റിയാണ് ആ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി പിന്നെ പറയുന്നുണ്ട്, ഇത് കണ്ടു ഉമ്മ, ഇബ്രാഹിം നബിയുടെ ഉമ്മ ഇത് കണ്ടു. ഉമ്മ പറഞ്ഞു, മോനെ നീ റബ്ബിനോടൊന്ന് പറ, എനിക്കും അങ്ങോട്ടൊന്ന് വരണം. ഇബ്രാഹിം നബി ദുആ ചെയ്തു, ഉമ്മാനോട് വന്നോളൂ പറഞ്ഞു. ആ കത്തിയാളുന്ന അഗ്നികുണ്ടാരത്തിലേക്ക് നടന്ന് 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 മകന്റെ അടുക്കലെത്തി പൊട്ടി അനഞ്ഞുകൂട്ടി ചുംബിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു ഉമ്മ. ഇതൊക്കെ ശത്രുക്കൾ കാണുകയാണ്. ഇബ്രാഹിം നബി പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിന്റെ ദിവസങ്ങളിലും രാപ്പകലുകളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ, രാത്രികൾ ആ അഗ്നികുണ്ടാരത്തിൽ കഴിഞ്ഞ ദിനരാത്രങ്ങളാണെന്ന് മഹാനരായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു. അതൊക്കെ മഹബത്തിന്റെ അങ്ങോട്ട് കയറിയവരാണ്, ആ മഹബത്ത് അനുഭവിച്ചവരാണ്. അത് അനുഭവിക്കാൻ നമുക്കും കഴിയണം, നമുക്കും കഴിയും. ഒരാൾക്കും കഴിയാതിരിക്കില്ല, ഒരാൾക്കും അത് തടയൂല. പക്ഷെ നമ്മൾ ഒരുങ്ങണം. എല്ലാവരിലും അല്ലാഹു തആല കഴിവ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഊതിക്കാച്ച് അത് പ്രഭ വരുത്തി, അങ്ങനെ നമ്മുടെ ഈമാൻ പ്രഭയുള്ളതായി കഴിഞ്ഞാൽ നമുക്കും കഴിയും. അത് ആ ഒരു ഒരൊറ്റ ഈമാൻ നമുക്ക് വേണം. അല്ലയല്ലേ ഭക്ഷണം തന്നത്, എന്തിനു ഭയപ്പെടണം? ഈ കാണുന്നതൊക്കെ പുറത്തിറങ്ങിയാൽ ഈ കാണുന്നതൊക്കെ നമ്മളുടെ കരുതിയാൽ മതി. ഞാൻ ഓതുന്ന കാലത്ത് കൊണ്ടോട്ടിയിൽ നല്ലൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ എൻ്റേതാണെന്ന് കരുതും. വൈകുന്നേരം അസ്റിന് ശേഷം ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒക്കെ അപ്പം നല്ല സന്തോഷം അല്ലേ, കുറേ ഉണ്ടല്ലോ നമുക്ക്. എന്നിട്ടോ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് പോകും. അതിൻ്റെ യഥാർത്ഥ മുതലാളിയുണ്ട്, അദ്ദേഹം മരണപ്പെട്ടു പോയി, അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. മരിക്കുന്നതിൻ്റെ ഒരു മാസം മുന്നേ പട്ടിയന്മാരൊക്കെ നല്ല ബന്ധമുള്ള ആളായിരുന്നു, നല്ലോണം ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു, അല്ലാഹു ഖബർ സന്തോഷത്തിലാവട്ടെ. അദ്ദേഹം ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് നിന്ന് എന്താ ചെയ്യുക, എടുത്തിട്ട് കീസയിലിടും. എൻ്റേതാണെന്നുള്ള കരുതുന്നല്ലേ ഉള്ളൂ. എന്താ അവരും നമ്മൾ വ്യത്യാസം? വാടക കിട്ടുന്നില്ല എന്നല്ലേ? ഈ വാടക എന്തിനുള്ളതാണ്? അടിസ്ഥാന ആവശ്യങ്ങൾ വീടണം, ഭക്ഷണം കഴിക്കണം, വസ്ത്രം വേണം, താമസിക്കാൻ കിടക്കാൻ ഒരു പുരയിടം വേണം അല്ലേ? നമുക്കില്ലേ? അതില്ലാത്തവരാരെയുണ്ടോ? ഭക്ഷണം കഴിക്കുന്നില്ലേ? വെള്ളം കുടിക്കുന്നുണ്ടല്ലോ, എല്ലാം ഉണ്ട്. പിന്നെ ബാക്കി ഉണ്ടാവൂലേ അല്ലേ? ആ ബാക്കിയുള്ളത് എന്തായി? അവിടെ ഇൻവെസ്റ്റ്, അവിടെ 10 അത്രയല്ലേ ഉള്ളൂ. സിറാജ് ഞാൻ എൻ്റെ വീട്ടിൽ വരുത്തുന്നുണ്ട്, അങ്ങനെ അട്ടി എത്ര ഉണ്ട് എൻ്റെ വീട്ടിൽ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അയാൾക്ക് ആവശ്യം നിറവേറൂലേ? എൻ്റേത് ചിലപ്പോൾ പെട്ടെന്ന് നിറവേറിക്കൊള്ളാൻ, അതിന് അദ്ദേഹം സക്കാത്ത് കൊടുക്കണം, ടാക്സ് കെട്ടണം, രേഖകൾ ശരിയാക്കണം. എനിക്കിത് കരുതിയിട്ട് പോന്നാൽ മതി. അപ്പൊ ചെറിയൊക്കെ പ്രയാസം ഉണ്ടാവും, അത്രയല്ലേ ഉള്ളൂ. അദ്ദേഹം കിടക്കുന്ന സമയത്ത് അദ്ദേഹം വാങ്ങിയ മുഴുവൻ ഭൂമിയിലും കിടക്കുമോ? ആ ശരീരം വെക്കുന്ന സ്ഥലമല്ലേ, അത് നമ്മൾ വെക്കുന്നില്ല. ഇങ്ങനെ കരുതി പോയാൽ എന്താ തെറ്റ്? അത്രേ ഉള്ളൂ ദുന്യാവ്. അവനവന്റെ ആവശ്യങ്ങൾ നടക്കണം, പ്രയാസങ്ങളില്ലാതെ വിഷയങ്ങൾ നടക്കണം, അത്രേ ഉള്ളൂ. അത് ഇന്നത്തേത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇന്നലെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു നമ്മളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞു. ആ സമയത്ത് അത്ര സ്വാദൊന്നും ഇല്ലായിരുന്നു, വേറൊരു സാധനം കഴിച്ചു, എന്നാലും സമയം തന്നെ അല്ല. ഇന്നലത്തൊക്കെയുള്ള നോക്കുമ്പോൾ അത് സമയമല്ല, അത് കഴിഞ്ഞു. അത്രേ ഉള്ളൂ ഭൗതികമായ വിഷയങ്ങൾ. അതേ സമയത്ത് യജമാനനായ റബ്ബിന്റെ വരിദ്വാനും മിനല്ലാഹി അക്ബർ, പടച്ച റബ്ബിന്റെ പൊരുത്തവും അവന്റെ സ്നേഹവും ലഭിക്കാനുള്ള 2 റക്അത്ത് രാത്രി നിസ്കരിച്ചോ? ഇന്നലെ നീ നിസ്കരിച്ചിട്ടുണ്ടോ? അത് ഇന്നും ബാക്കിയുണ്ട്, നാളെയും അത് ബാക്കിയുണ്ട്. അത് ഖിയാമത്ത് നാളിലും നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ ഒരു രൂപത്തിൽ സാറ ഉമ്മ റളിയല്ലാഹു അൻഹാ അതാ രാജാവിന്റെ കൊട്ടാരത്തിലെ റൂമിലേക്ക് പോകുന്നു. ഇബ്രാഹിം നബിയുടെ മുമ്പിൽ സ്ക്രീൻ തെളിയുന്നു. സാറ ഉമ്മ റൂമിലെത്തി. ഇവന്റെ ബലിട്ട കരങ്ങൾ ഇങ്ങനെ നീണ്ടപ്പോ ഒരൊറ്റ പ്രാർത്ഥനയാണ്,
എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്നി മുഅ്മിനത്തുൻ ബിക ഫലാ തുസല്ലിത് അലയ്യ ഹാദൽ കാഫിർ. അല്ലാഹുവേ, പടച്ച തമ്പുരാനാണ്, ആ റബ്ബിനോടാ പറയുന്നത്, അല്ലാഹുവേ ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിച്ച ഒരു അടിമയാണ് എന്ന് നിനക്കറിയാലോ. എങ്കിൽ ആ ഈമാൻ, എൻ്റെ ഈമാൻ ശരിയാണെങ്കിൽ ഈ ശത്രുവിന്റെ കൈ എൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല. ഒരൊറ്റ ഉത്തരവാ. അങ്ങനെയാണ് മെഹബൂബിനോട് പറഞ്ഞാൽ മെഹബൂബ് കേട്ടു. ഹബീബും മെഹബൂബാണെങ്കിൽ അങ്ങോട്ടോണ്ടും പറഞ്ഞാൽ കേൾക്കും. അല്ല, യഥാർത്ഥത്തിലുള്ള ഹബീബ് മെഹബൂബ് അല്ല, കബളിപ്പിക്കലതിന് പുറമേ ഉള്ളൂ, എന്നാ കേൾക്കില്ല. അതെ, നമ്മൾ പറഞ്ഞാൽ അല്ലാതെ അങ്ങനെയാണ് കിട്ടൂല. ഇവിടെ പറഞ്ഞപ്പോഴേക്ക് അതാ നരപൊന്തി വിറച്ചു. ഈ രാജാവ് വിറക്കുകയാണ്. പിശാചു ബാധേറ്റതുപോലെ വിറച്ച് വായിൽ നരപൊന്തി വീണുപോയി. തൊടാൻ കഴിഞ്ഞില്ല. ചരിത്രത്തിൽ കാണാം. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വിശദീകരിച്ച് മഹാന്മാർ പഠിപ്പിച്ചു വെച്ചത് കാണാം. ഇതാണ് മഹബത്തിന്റെ തലത്തിലെത്തിയാൽ എന്താണോ മെഹബൂബ് പറയുന്നത് ആ അപ്പം ചെയ്യും, അപ്പം കിട്ടും. അതൊക്കെ ആ ഗണത്തിലെത്തിയവർ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മഹബത്തിന്റെ തലം നമ്മുടെ കൽബിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയും നിസ്കരിക്കാൻ കഴിയും, എത്രയും നോമ്പനുഷ്ഠിക്കാൻ കഴിയും. അതാ ഉദിപ്പകലിലൊക്കെയും നൽ നോമ്പതും പേടിത്ത് മുരത്തിടാതെ രാവിൽ നിന്ന് തൊളിതിടും സാദത്തെ. നബി സബിയെ പറ്റി അങ്ങനെ പറഞ്ഞതാണ്. അല്ലാഹു നമുക്കും അതിനുള്ള വഴികളൊക്കെ തുറന്നു തരട്ടെ. അതിനു പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ട് ആ വ്രതം ഒരു മസലയും കൂടി കൂട്ടത്തിൽ പറഞ്ഞു. നമ്മൾ നോമ്പ് നോറ്റു നീയത്ത് വെച്ചു. ഉള്ളിലേക്ക് മറ്റ് തടിയുള്ള വസ്തുക്കളൊന്നും ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. അതൊരു കല്ലായാലും മതി, ഭക്ഷണമാവണമെന്നില്ല, ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല. പ്രയാസമുള്ളവരുണ്ടാവും, ഇൻഹിലർ, ശ്വാസം മുട്ടുള്ളവർ, അവരുണ്ടാവും ഇങ്ങനെ അല്ലേ, ആ അടിക്കുന്ന സാധനം ഉണ്ടാവും. ചിലത് വരും ഗ്യാസ് മാത്രമുള്ളതുണ്ടാവും, ഇങ്ങനെ വലിക്കുന്ന ഗ്യാസ് മാത്രമാണ്. ഗ്യാസ് മാത്രമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്ത് ഗ്യാസ്? അതിൽ ഗുളികെട്ട ഗ്യാസ് അല്ല പറഞ്ഞത്. വെറും ഹവ മാത്രമാണെങ്കിൽ, ഹവ ഇപ്പം നമ്മളല്ലോ വലിച്ചു കയറ്റുന്നില്ലേ, അതിന് വിരോധമൊന്നുമില്ല. അതേസമയം ചെറിയ ഗുളിക ഉണ്ടാവും, എന്നിട്ട് എങ്ങനെ അടിച്ചാൽ അതൊന്നായിട്ടൊരു ഗ്യാസായിട്ട് ഉള്ളിലേക്ക് പോകും. അപ്പം ആ ഉറ പിന്നെ ബാക്കിയാവും അതിൽ. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള തരികളൊക്കെ എന്താകുന്നുണ്ട്, പൊടിഞ്ഞിട്ടാണെങ്കിലും ചെറിയ രൂപത്തിൽ ഉള്ളോട്ട് പോകുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. അപ്പം നോമ്പ് മുറിയും. അതില്ലാതെ തടിയില്ലാത്ത ഗുളികൊന്നും വെക്കാതെയുള്ള കേവല വായു മാത്രം അടിച്ച് വികസിപ്പിക്കുന്നതുണ്ടാവും ഈ ശ്വസന നാളം. അതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, ഒരാൾക്കിത് ചെയ്തേ തീരൂ ഈ ഗുളികയുള്ളത് എങ്കിലോ ചെയ്യന്നെ. പിന്നെ കഥ വിട്ടാൻ പറ്റുമെങ്കിൽ പറ്റുക, അല്ല പറ്റൂലെങ്കിലോ അവനൊരു മുദ്ദ കൊടുത്താൽ മതി. അപ്പൊ ഈ രൂപത്തിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് മസിലിലേക്കൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വിരോധമൊന്നുമില്ല. ഉള്ളിലേക്കല്ല എത്തുന്നത്. മാംസത്തിൻ്റെ ഉള്ളിലേക്ക് മസിലിലേക്കൊക്കെ ചന്തിക്കെട്ടിന് വെക്കും, ഇവിടെ വെക്കും, അതിനൊന്നും വിരോധമില്ല. അതേ സമയത്ത് ഞരമ്പിലേക്ക് ചിലതൊക്കെ കയറ്റാറുണ്ട്. അത് ഇമാമുമാര്, പണ്ഡിതന്മാര് അതിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുറിയുമെന്നുള്ളതാണ്, ഞരമ്പിലേക്കാവുമ്പോൾ മുറിയുമെന്നുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ രാത്രി ചെയ്യാന്നല്ലേ, പകലേ അല്ല. പകലൊരാൾക്ക് ചെയ്യൽ അനിവാര്യമായി വന്നു, നിർബന്ധമായി വന്നു, എന്നാ ചെയ്യന്നെ, പിന്നീട് കഥ വിട്ടിയാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ മുറിയില്ല എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. ചില വിഷയം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് അല്ല തരാനല്ല, അല്ല തരാനുള്ളത് അതല്ല തരും. അങ്ങോട്ടാവണം തവക്കുൽ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ.